Stories of marketing in touch with positive people. ഇന്നത്തെ മാർക്കറ്റ് വോയിസിൽ നിങ്ങൾ ഒരു പുതിയ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ കൺസ്യൂമർ ആയിട്ട് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ആവട്ടെ, എങ്ങനെ മാർക്കറ്റിനെ സമീപിക്കണം? മാർക്കറ്റ് ഒരു കടല് പോലെ വിശാലതയുള്ളതാണ്. നിങ്ങൾ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് വളരെ ഭംഗിയായിട്ട് അത് അവിടെ വിറ്റഴിക്കാൻ പറ്റും. അതിന് വേണ്ടത് എന്താണ്? ഒരു ആത്മധൈര്യം വേണം. എനിക്കിത് വിൽക്കാൻ പറ്റും, എനിക്കിത് സെല്ലിംഗ് നടത്താൻ പറ്റും എന്നുള്ള ഒരു ആത്മധൈര്യത്തോടെ മാർക്കറ്റിനെ സമീപിച്ചാൽ ആ പ്രോഡക്റ്റിനെ കുറിച്ച് മാർക്കറ്റിൽ സ്റ്റഡി ചെയ്യാൻ തയ്യാറാവണം, മാർക്കറ്റ് റിസർച്ച് നടത്താൻ തയ്യാറാവണം. നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസ് ആരൊക്കെ വരുന്നു, നമ്മുടെ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നവർ ആരൊക്കെയാണ്, ഏതൊക്കെ കസ്റ്റമേഴ്സിന് ഈ പ്രോഡക്റ്റ് ആവശ്യം വരും, അവരിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുകയും ആ ടാർഗറ്റഡ് ഓഡിയൻസ് ആരൊക്കെയാണ്, അവർ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണ് നമ്മുടെ കോമ്പറ്റീറ്ററായിട്ട് വരുന്നത്, നമ്മളെപ്പോലെ പ്രോഡക്റ്റ് ഉണ്ടാക്കി വിൽക്കുന്നത് അല്ലെങ്കിൽ അവർ ഔട്ട്സോഴ്സ് ചെയ്ത് മാർക്കറ്റിലേക്ക് വരുന്നത് ഏതൊക്കെ ടൈപ്പില്, ഏതൊക്കെ ഷേപ്പില്, ഏതൊക്കെ പ്രൈസിങ്ങില്, ഇതിനെക്കുറിച്ചുള്ള ഒരു വെൽ സ്റ്റഡി നമ്മൾ നടത്തണം. അതിന് ഒരു പരിധിവരെ മറ്റൊരാളെ ഏൽപ്പിക്കാതെ സ്വയം നിങ്ങൾ നേരിട്ട് മാർക്കറ്റ് സ്റ്റഡി നടത്തുക. നിങ്ങളാണ് ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നിങ്ങൾ എത്ര വലിയവനോ ചെറിയവനോ ആവട്ടെ, നിങ്ങൾ മാർക്കറ്റിൽ പോകണം. അതാണ് പറയാനുള്ളൊരു സജഷൻ. ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ഇറങ്ങിത്തിരിക്കണം. നിങ്ങളൊരു ദിവസം 1 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ മാർക്കറ്റ് സ്റ്റഡി നടത്താൻ ഇറങ്ങണം. ഒരു പ്രോഡക്റ്റുമായി നിങ്ങളുടെ എക്സിക്യൂട്ടീവ് മാർക്കറ്റിൽ പോകുമ്പോൾ ഫേസ് ചെയ്യേണ്ട പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയായിരിക്കാം? ഈ ഫൈനൽ പ്രോഡക്റ്റ്, ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് അയാൾ പോകുമ്പോൾ ഫേസ് ചെയ്യേണ്ട പ്രശ്നങ്ങൾ എന്തൊക്കെ വരും? അത് നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യണമെങ്കിൽ അതും സ്റ്റഡി ചെയ്ത് വെക്കണമല്ലോ. കോമ്പറ്റീറ്ററെ കുറിച്ച് പഠിക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 4 റീറ്റെയിൽ ഷോപ്പിലോ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് ചെയ്യുമ്പോഴും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന വലിയൊരു ഗ്രൂപ്പ് അവിടെ ഉണ്ടാകാം. അവരെ ഒരു കാരണവശാലും ആ രീതിയിൽ നെഗറ്റീവ് പറയുന്നവരിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോകരുത്. നമ്മൾ ഒരു തീരുമാനം എടുത്തിട്ടാണ് മാർക്കറ്റിലേക്ക് പോകുന്നത്. എന്ത് തീരുമാനം നമ്മൾ എടുത്തിരിക്കുന്നത്? പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. നമ്മൾ പ്രോഡക്റ്റിന് വിൽക്കണോ, ഈ പ്രോഡക്റ്റുമായിട്ട് മാർക്കറ്റിൽ വന്നാൽ ഓർഡർ കിട്ടില്ല എന്നോ, അല്ലെങ്കിൽ ഇത് നല്ലൊരു പ്രോഡക്റ്റ് അല്ല എന്നോ മറ്റൊരു വ്യക്തിയെ കൊണ്ട് അഭിപ്രായം പറയിപ്പിക്കേണ്ട രീതിയിലേക്ക് ഈ പ്രോഡക്റ്റുമായി വന്നാൽ എനിക്ക് ഓർഡർ കിട്ടുമോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നതിന് പകരം, ഞാൻ ഈ പ്രോഡക്റ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു, ഇതിന്റെ പ്രൊഡക്ഷൻ ഏകദേശം 90% ആയി കഴിഞ്ഞു, ഞാനൊരു മാർക്കറ്റ് സ്റ്റഡി നടത്താൻ വന്നതാണ് എന്നേ പറയാവുള്ളൂ. ആ സമയം നിങ്ങൾ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. എങ്കിൽ പോലും ഒരു മാർക്കറ്റ് സ്റ്റഡി, അത് സ്വന്തമായി മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്റ്റ് ആയാലും ഔട്ട്സോഴ്സ് ചെയ്യുന്നതായാലും മാർക്കറ്റ് സ്റ്റഡി നടത്തിയിരിക്കണം. നിങ്ങളുടെ ടാർഗറ്റഡ് പീപ്പിൾ ആരൊക്കെയാണ്, അവർ ഏത് പ്രൈസിങ്ങിൽ വാങ്ങിക്കുന്നു, അതിൻ്റെ ഡീലർ റേറ്റ് എത്രയാണ് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റും, അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ റേറ്റ് എത്രയാണ് കൊടുക്കാൻ പറ്റും, നിങ്ങൾക്ക് എത്ര മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, ഒരു പ്രോഡക്റ്റിൽ വിൽക്കുമ്പോൾ എത്ര മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ട്രാവലിംഗ് എക്സ്പെൻസ് എത്ര വരും, നിങ്ങളുടെ ട്രാൻസ്പോർട്ടിംഗ് ഡെലിവറി ചാർജ് എക്സ്പെൻസ് എത്ര വരും, ഓഫീസ് എക്സ്റ്റാബ്ലിഷ്മെൻറ്റ് കോസ്റ്റ് എത്ര വരും. ഇതൊക്കെ വർക്കൗട്ട് ചെയ്തിട്ട് ഒരു ഫിക്സഡ് റേറ്റ് നിങ്ങൾ നിശ്ചയിക്കണം. അത് നിശ്ചയിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യം മാർക്കറ്റ് പഠിക്കണം, കോമ്പറ്റീറ്റർ ആരാന്ന് പഠിക്കണം, അവരുടെ പ്രൈസിങ് എന്താണെന്ന് പഠിക്കണം. ആ പ്രൈസിങ് പഠിച്ച ശേഷം, കോമ്പറ്റീറ്ററുടെ ക്വാളിറ്റി മനസ്സിലാക്കിയ ശേഷം, അതിൽ നിന്നും ഒരു പടി കൂടി മുന്നിട്ട് നിന്ന് കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് അവർക്ക് കൊടുക്കാൻ സാധിക്കുമോ, അതിൻ്റെ ഡിസൈനിൽ, അതിൻ്റെ ലേബലിങ്ങിൽ ഒരു വ്യത്യസ്തത നിങ്ങൾക്ക് പുലർത്താൻ സാധിക്കുന്നുണ്ടോ, അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ കുട്ടിവെക്കേണ്ട ഒരു കാര്യമാണ് എത്ര പ്രൈസിങ്ങിൽ വിൽക്കാൻ പറ്റും. ക്വാളിറ്റി ബെറ്റർ ആയിരിക്കണം, അതിനേക്കാൾ ഒരുപടി നല്ല ക്വാളിറ്റി കൊടുക്കാൻ പറ്റണം. അതുപോലെ തന്നെ അതിന് എത്ര പ്രൈസിങ്ങിൽ കൊടുക്കാൻ പറ്റും. ഒരു ബൾക്കായിട്ട് നിങ്ങൾ മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ, ബൾക്കായിട്ട് റോ മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബൾക്കായിട്ട് പ്രോഡക്റ്റ്
എടുത്ത് നിങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യുകയാണെങ്കിലും അത് ബൾക്ക് പർച്ചേസ് നടത്താൻ ശ്രമിക്കണം. അത് ശ്രമിച്ച ശേഷം മാക്സിമം ഒരു നല്ലൊരു ക്യാഷ് ഡിസ്കൗണ്ടിലോ ഒരു ഓഫറിലോ സ്കീമിലോ വാങ്ങിച്ച ശേഷം കോമ്പറ്റീറ്ററിനേക്കാൾ ക്വാളിറ്റിയിൽ ബെറ്റർ, അതുപോലെ പ്രൈസിങ്ങിലും ഒരു നേരിയ വ്യത്യാസത്തിൽ മാർക്കറ്റിൽ കൊടുക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ആഫ്റ്റർ സർവീസ് ബെറ്റർ ആയിരിക്കണം. കാരണം ഓരോ കസ്റ്റമറുടെ പൈസയ്ക്കും വാല്യൂ ഉള്ളതാണ്. അയാൾ ആ പ്രോഡക്റ്റ് വാങ്ങിച്ച ശേഷം ഒരു കാരണവശാലും അത് സർവീസ് കിട്ടാതെ പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരരുത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഡീലർക്കും ആ ഡിസ്ട്രിബ്യൂട്ടർക്കും ഒക്കെ അത് മോശമായിട്ട് വരും. അതുകൊണ്ട് നിങ്ങളൊരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ അതിൻ്റെ ആഫ്റ്റർ സർവീസ് അത് വളരെ റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി, അതുപോലെ തന്നെ അതിൻ്റെ കംപ്ലൈൻറ്റ് പോളിസികൾ ഇതിലൊക്കെ മുറുകെ പിടിക്കുകയും അതിൻ്റെ ഗ്യാരണ്ടി പോളിസികൾ കൃത്യമായിട്ട് കീപ്പ് ചെയ്യാൻ സാധിക്കണം. കാരണം ഗ്യാരണ്ടി പോളിസികൾ കൃത്യമായിട്ട് കീപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കാതെ വന്നാൽ ആ പ്രോഡക്റ്റ് വാങ്ങിച്ചു കൊണ്ടുപോകാൻ പിന്നെ ആളുകളുണ്ടായില്ല. ആദ്യം ബിൽഡപ്പ് ചെയ്യേണ്ട ട്രസ്റ്റാണ് ഒരു മനസ്സിൽ ഒരു പ്രോഡക്റ്റിന് ആദ്യം വേണ്ട വിശ്വാസമാണ്. ഈ ലോകം മുഴുവൻ പോകുന്നത് വിശ്വാസത്തിലാണ്, ജീവിതം പോകുന്നത് വിശ്വാസത്തിലാണ്. അതുപോലെ തന്നെ ഒരു പ്രോഡക്റ്റും ജീവിക്കേണ്ടത് ഒരു വിശ്വാസത്തിലാണ്, കസ്റ്റമറുടെ വിശ്വാസത്തിലാണ് ഒരു പ്രോഡക്റ്റ് ബിൽഡപ്പ് ചെയ്യേണ്ടത്. അങ്ങനെ ആ വിശ്വാസങ്ങൾ ബിൽഡപ്പ് ചെയ്തതാണ്, ആ വിശ്വാസങ്ങളിൽ അടിയുറച്ചിട്ടാണ്, ആ വിശ്വാസങ്ങൾ മുറുകെ പിടിച്ചിട്ടാണ് അത് എന്തായി മാറുന്നത്? ഒരു ബ്രാൻഡായി മാറുന്നത്. ഒരു ബ്രാൻഡായി മാറുന്നതിന് മുമ്പ് കസ്റ്റമറിന് ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം, ഒരു ട്രസ്റ്റ് ഉണ്ടായിരിക്കണം. അത് കംപ്ലൈൻറ്റ് വരില്ല, വന്നാൽ അത് തിരിച്ചു തരുന്ന കമ്പനിയാണെന്നുള്ള ഒരു ബോധ്യം അവർക്ക് ഉണ്ടായിരിക്കണം. ആ രീതിയിലായിരിക്കണം ആ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യേണ്ടത്. പുതിയ പ്രോഡക്റ്റുമായി എങ്ങനെ മാർക്കറ്റിനെ സമീപിക്കണം എന്നുള്ള ഈ ഒരു ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യുമ്പോൾ, ഈ ചെറിയ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് പ്രോഡക്റ്റ്, ഫുഡ് പ്രോഡക്റ്റ്, കൺസ്യൂമർ പ്രോഡക്റ്റ്, അനവധി പ്രോഡക്റ്റുകൾ നമുക്കിവിടെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും. കേരളം പ്രത്യേകിച്ച് ഒരു കൺസ്യൂമർ ഓറിയൻറ്റഡ് സ്റ്റേറ്റാണ്. വളരെയധികം പ്രോഡക്റ്റുകൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും ചൈനയിൽ നിന്നും ഒക്കെ ഇവിടെ വന്ന് മാർക്കറ്റ് ചെയ്യപ്പെടുന്ന വലിയൊരു മാർക്കറ്റ് ആണ് കേരളം എന്ന് പറയുന്നത്. ഇന്ത്യ അതിനേക്കാൾ വലിയ ഒരു മാർക്കറ്റ് ആണെങ്കിൽ പോലും നമ്മൾ ചെയ്യേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ റെസ്പോൺസ് ഉണ്ട്. ഒരു പ്രോഡക്റ്റുമായി മാർക്കറ്റിലേക്ക് പോകുമ്പോൾ അത് മാർക്കറ്റ് സ്റ്റഡി നടത്തിയിരിക്കണം. അതിൻ്റെ കോമ്പറ്റീറ്റർ ആരാണെന്ന് അറിഞ്ഞിരിക്കണം, അവരേത് പ്രൈസിന് വിൽക്കുന്നു എന്ന് അറിഞ്ഞിരിക്കണം, അവരെ എന്ത് ആഫ്റ്റർ സർവീസ് കൊടുക്കുന്നു എന്ന് അറിഞ്ഞിരിക്കണം. അതിനനുസരിച്ച് ഇതിനേക്കാൾ ബെറ്ററായിട്ട് നല്ലൊരു കസ്റ്റമർ റാപ്പോ കൂടി ബിൽഡപ്പ് ചെയ്ത്, നല്ലൊരു റിലേഷൻ ബിൽഡപ്പ് ചെയ്ത്, ആ ഒരു വിശ്വാസം, ആ കസ്റ്റമറുടെ ഒരു വിശ്വാസം വീണ്ടെടുത്ത് ഒരു 5 പീസ് അല്ലെങ്കിൽ 2 പീസ് സാർ ഇതൊന്ന് വച്ചു നോക്കൂ, ഇതിന്റെ ക്വാളിറ്റി ബെറ്റർ ആണ്, ഒന്ന് വച്ചു നോക്കൂ, ഒരു സ്പേസ് നമുക്ക് അവിടെ ഉണ്ടാക്കിയെടുക്കുകയും ആ സ്പേസ് ഉണ്ടാക്കിയ ശേഷം നമ്മുടെ ഏതെങ്കിലും തരത്തിലൊരു പോസ്റ്ററോ അഡ്വർടൈസ്മെന്റോ ആ ഒരു സ്റ്റിക്കറോ അവിടെ ആ ഷോപ്പിൽ പതിപ്പിക്കുകയും ആളുകളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ ഉള്ള ഒരു നെറ്റ്വർക്ക്, ഒരു പബ്ലിക് റിലേഷൻ, ഒരു കസ്റ്റമർ റാപ്പോ പ്രോഡക്റ്റ് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നെറ്റ്വർക്ക് കൂടി അവിടെ ചെയ്ത ശേഷം ഈ കാര്യങ്ങൾ പ്രാഥമികമായിട്ട് ഈ കാര്യങ്ങൾ സ്റ്റഡി ചെയ്ത ശേഷം മാത്രമേ ഒരു 50 70 ഷോപ്പുകളോ അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 50 60 ഡയറക്റ്റ് കസ്റ്റമറെ മീറ്റ് ചെയ്തതിന് ശേഷം അവരുടെ ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്ത് അവരെന്താണ് ആ പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്, എന്തൊക്കെ അഡ്വാൻസ് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്, ഫ്യൂച്ചറിൽ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് വരുമ്പോൾ ഇപ്പോൾ ഉള്ള പ്രോഡക്റ്റ് കോമ്പറ്റീറ്ററിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ശരിക്കും മാർക്കറ്റ് സ്റ്റഡി നടത്തണം എന്നാണ് ചുരുക്കത്തിൽ ഇത് പറഞ്ഞു വെക്കുന്നത്. അല്ലാതെ ഒരു പ്രോഡക്റ്റ് കൊണ്ട് ഓടിച്ചെന്ന് നിങ്ങൾ മാർക്കറ്റിലേക്ക് വന്നാൽ ഒരു 5 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആ പ്രോഡക്റ്റുമായിട്ട് വീട്ടിലിരിക്കേണ്ട വരും, അത് മാർക്കറ്റിൽ വിറ്റ് പോവില്ല. കസ്റ്റമർ ഇസ് ദ കിങ് എന്ന കാര്യത്തിൽ അടിയുറച്ച് ഈ എപ്പിസോഡ് ഇവിടെ ക്ലോസ് ചെയ്യുന്നു. ഓൾ ദ ബെസ്റ്റ്.